പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാത്യഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. പ്രജ്ഞാനാം ശുപ്രധാനൈഃ സ്ഥിരചരനികരവ്യാപിഭിർവ്യാപ്യ ലോകാൻ ഭുക്ത്വാ ഭോഗാൻ സ്തവിഷ്ടാൻ പുനരപി ധിഷണോദ്ഭാസിതാൻ കാമജന്യാൻ പീത്വാ സർവാൻ വിശേഷാൻ സ്വപിതി മധുരഭുങ് മായയാ ഭോജയന്നഃ മായാസംഖ്യാതുരീയം പരം അമൃതം അജം ബ്രഹ്മ യത്തന്നതോസ്മി. മൂന്നാമത്തെ അധ്യായം അവസാനിക്കുമ്പോ ഭഗവാൻ യോഗസ്ഥിതിയെ പറഞ്ഞു. എങ്ങനെയാണ് യോഗസ്ഥിതിയിൽ ഇരിക്കേണ്ടത്, യോഗം എന്ന് വെച്ചാൽ എന്താണ്? ഇന്നലെ നമ്മൾ പറഞ്ഞു യോഗമാണ് നഷ്ടമായത് എന്ന്. യോഗം പുരുഷാർത്ഥമാണ്. ഇന്നലെ ഇതാണ് പറഞ്ഞത്. ശങ്കരാചാര്യസ്വാമികളുടെ ഭാഷ്യത്തിൽ നിന്നും പറഞ്ഞു അപുരുഷാർത്ഥ സംബന്ധം. പുരുഷാർത്ഥ സംബന്ധമില്ലെങ്കിൽ യോഗം നഷ്ടപ്പെട്ടു പോകും. പുരുഷാർത്ഥം എന്ന് വെച്ചാൽ നമ്മൾക്കൊക്കെ, മനുഷ്യന് മാത്രം നേച്ചറിൽ, പ്രകൃതിയില് ഒരു സ്വതന്ത്ര ബുദ്ധി, വിൽ പവർ തന്ന പോലെ ഒരു പ്രതീതി നമുക്കുണ്ട്. അത് വെച്ചുകൊണ്ടാണ് മൃഗങ്ങളും മറ്റൊന്നും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണത്. ആകാശത്തിൽ പറക്കണു, വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോകുന്നു, ഭൂമി കുഴിച്ചാഴത്തിൽ പോകുന്നു. എല്ലാം മനുഷ്യൻ പ്രകൃതിയെ മുഴുവൻ ചൂഷണം ചെയ്യുന്നതും പ്രകൃതിയുടെ താളം തെറ്റിക്കുന്നതും ഒക്കെ ഈ വിൽ പവർ കൊണ്ടാണ്. പക്ഷെ ഈ വിൽ പവർ മനുഷ്യനിൽ വെച്ചിരിക്കുന്നത് ടു അച്ചീവ് സംതിങ്, എന്തോ ഒന്ന് നേടിയെടുക്കാനാണ്. ആ നേടിയെടുക്കാനുള്ള ആ ലക്ഷ്യത്തിന് പേരാണ് പുരുഷാർത്ഥം. മനുഷ്യനിൽ മാത്രം ഈ സ്വതന്ത്രമായ ഒരു പവർ പ്രവർത്തിച്ചു തുടങ്ങുന്നു. ആ പവർ കൊണ്ടാണ് മനുഷ്യൻ യോഗസ്ഥിതിയിൽ ഇരിക്കുന്നത്. മനുഷ്യന് മാത്രമേ യോഗസ്ഥിതിയിൽ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അപൂർവമായി മൃഗങ്ങളും ഒക്കെ നടക്കും, മൃഗങ്ങളിലൊക്കെ. പക്ഷെ അത് എക്സെപ്ഷൻസ് ആണ്. മനുഷ്യന് ഈ സ്വാതന്ത്ര്യമുണ്ട്. സ്വതന്ത്രമായി നമുക്കൊരു ലക്ഷ്യമുണ്ട്. ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നോ അറിയുന്നില്ലയോ, ലക്ഷ്യം ഭഗവത് പ്രാപ്തിയാണ്, ഈശ്വര സാക്ഷാത്കാരമാണ്. ഈശ്വര സാക്ഷാത്കാരം എന്ന് ഭക്തിയുടെ ഭാഷയിൽ പറയണം. ജ്ഞാനത്തിന്റെ ഭാഷയിൽ ബ്രഹ്മജ്ഞാനം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്ന് പറയും. യോഗികൾ യോഗം എന്ന് പറയും. ചിത്തവൃത്തി നിരോധ രൂപത്തിലുള്ള യോഗം എന്ന് പറയും. എന്ത് പേര് പറഞ്ഞാലും അനുഭവം ഒന്നാണ്. ആ അനുഭവമാണ് ശരീരം എടുത്തു വന്ന ഓരോ പ്രാണിക്കുമുള്ള ലക്ഷ്യം. അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഉള്ളിലുള്ള ഇന്നർ മൂവ്മെന്റ് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിനോട് ഘടിച്ചു കഴിയുമ്പോ ലക്ഷ്യം സാധിക്കും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പ് ഇത് സ്വീകരിക്കുക. ശുദ്ധബുദ്ധിയാണെങ്കിൽ ഋഷികൾ പറയുന്നു, ശാസ്ത്രം പറയണു, മഹാത്മാക്കളൊക്കെ പറയണു എന്ന് സ്വീകരിച്ചാലും മതി. നമുക്കത് ലക്ഷ്യം എന്താണെന്ന് അറിയൊന്നും വേണ്ട. ഇവിടെ ഉള്ളതൊന്നുമല്ല ലക്ഷ്യം എന്ന് അറിഞ്ഞാൽ മതി. പണം സമ്പാദിക്കുകയും പേരും പ്രസിദ്ധിയും നേടുകയും സാധാരണ സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും സുഖവും ദുഃഖവും അനുഭവിക്കുകയും, ഇതൊന്നും ലക്ഷ്യമല്ല. പക്ഷെ ഇതൊക്കെ ചെയ്യണ്ട എന്ന് ആരും പറഞ്ഞില്ല. ഇത് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ആർക്കും സ്വാതന്ത്ര്യവുമില്ല. നമ്മളുടെ ശരീരം ഇവിടെ എന്ത് ചെയ്യാൻ വന്നിരിക്കുന്നു ആ പ്രാരബ്ധത്തിനനുസരിച്ചൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിലും നടക്കും. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമേ ഇല്ല ആ കാര്യങ്ങളൊന്നും. ലോകസംബന്ധമായ ഒരു കാര്യവും നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിലും നടക്കും. കാരണം ഈ ശരീരം വരുമ്പോ തന്നെ എന്തെന്ത് ഈ ജന്മത്തിൽ നടക്കാനുണ്ടോ അതിന്റെ സീഡ്സും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതിന്റെ വിത്തും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആ വിത്തൊക്കെ മുളയ്ക്കും. നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം. കുട്ടിക്കാലത്ത് എന്തൊക്കെയോ ഭാവന ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ വേറെ എന്തൊക്കെയോ രീതിയില് വേറെ ഏതൊക്കെയോ സ്ഥലത്ത് സംബന്ധപ്പെടാൻ
ഊഹിക്കുക പോലും ചെയ്യാത്ത ആളുകളുമായിട്ടൊക്കെ സംബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ഇരിക്കുന്നത് ഇപ്പോ. അപ്പൊ ഭാവന ചെയ്ത പോലെയൊന്നുമല്ല, അതിനൊരു ഒഴുക്കുണ്ട്, അതിനനുസരിച്ച് അത് ഒഴുകും. പക്ഷെ നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം ബാഹ്യപ്രപഞ്ചത്തിലൊന്നുമല്ല. തീരുമാനിക്കേണ്ട കാര്യം യോഗമാണ്. യോഗം ഒന്ന് മാത്രമാണ് നമുക്ക് വേണ്ടിയുള്ളത്. കർമ്മം നമുക്ക് വേണ്ടിയുള്ളതേ അല്ല. കർമ്മത്തിനും നമുക്കും തമ്മിൽ സംബന്ധമേ ഇല്ല. കർമ്മം നമുക്ക് പ്രയോജനപ്പെടുകയില്ല. ഒരു കർമ്മവും നമുക്ക് പ്രയോജനപ്പെടില്ല. കർമ്മമൊക്കെ പ്രകൃതിയുടെയാണ്. കർമ്മം ലോകത്തിന് വേണ്ടിയാണ്. കർമ്മം ബാഹ്യപ്രപഞ്ചത്തിലാണ് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് മുഴുവൻ. കർമ്മത്തിന് വേണമെങ്കിൽ ടൈപ്പ് റൈറ്ററിൽ ഇവിടെ അമർത്തിയാൽ അവിടെ പോയിട്ട് പേപ്പറിൽ അടിക്കണ പോലെ പുറമേക്ക് ഓരോ പ്രവൃത്തിയും അകമേക്ക് ഒരു മാർക്ക് ഉണ്ടാക്കി ഡിസ്റ്റർബൻസ് വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ കർമ്മം സ്വതന്ത്രമാക്കില്ല നമ്മളെ. കർമ്മം നമുക്ക് പൂർണ്ണമായി സുഖം തരില്ല. നമുക്ക് സുഖം തരുന്നതും സ്വാതന്ത്ര്യം തരുന്നതും യോഗമാണ്. കർമ്മയോഗം എന്ന് പറയുന്നതിൽ കർമ്മത്തിനല്ല പ്രാമുഖ്യം, യോഗത്തിനാണ്. നല്ലവണ്ണം അറിഞ്ഞോളണം. കർമ്മത്തിനല്ല. കർമ്മത്തിനാണ് പ്രാമുഖ്യമെങ്കിൽ എല്ലാവരും കർമ്മം ചെയ്യണ്ടല്ലോ ലോകത്തില്, അവരൊക്കെ യോഗികളാവണം. കർമ്മയോഗം എന്നുള്ളതിൽ യോഗത്തിനാണ് പ്രാമുഖ്യം, കർമ്മത്തിനല്ല. ശ്രദ്ധ യോഗത്തിനാണ്. ആ യോഗം രണ്ടു വിധത്തിൽ നേടിയെടുക്കാം. ഒന്ന് പ്രവൃത്തി ലക്ഷണമായ മാർഗം, നിവൃത്തി ലക്ഷണമായ മാർഗം. അധികം പേരും പ്രവൃത്തി ലക്ഷണമായ മാർഗത്തിലാണ്. അതായത് എക്സ്ക്ലൂസീവായിട്ട് ബാക്കിയൊക്കെ ഉപേക്ഷിച്ച് ഏകാന്തത്തിലിരുന്ന് ആത്മധ്യാനം ചെയ്യുന്നവരാണ് നിവൃത്തി ലക്ഷണമായ മാർഗത്തിലുള്ളവർ. അങ്ങനെയുള്ളവർ ഇപ്പൊ വളരെ കുറവാണ്. സന്യാസികൾ പോലും അങ്ങനെയല്ല, പ്രവൃത്തി മാർഗത്തിലാണ്. അപ്പൊ പ്രവൃത്തി മാർഗത്തിലിരിക്കുന്ന നമ്മളെ പോലെ ഉള്ളവർക്ക്, ഗൃഹസ്ഥന്മാർക്ക് ഉള്ള മാർഗത്തിനെയാണ് ഭഗവാൻ ഇന്നലെ യോഗം എന്ന് പറഞ്ഞത്. ഇക്ഷ്വാകു, മനു, വിവസ്വാൻ ഇവരൊക്കെ തന്നെ ഗൃഹസ്ഥന്മാരായ രാജാക്കന്മാരായിരുന്നു. അവരിലൂടെ ഈ യോഗം ലോകത്തിലേക്ക് വന്നു. യോഗം എന്താണ് എന്ന് കർമ്മയോഗത്തിന്റെ അവസാന ഭാഗത്ത് ഭഗവാൻ യോഗം എങ്ങനെ ചെയ്യണം, ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാഃ അർത്ഥേഭ്യശ്ച പരം മനഃ മനസസ്തു പരാബുദ്ധി യോ ബുദ്ധേഃ പരതസ്തു സഹ ഏവം ബുദ്ധേഃ പരം ബുദ്ധ്വാ സംസ്തഭ്യ ആത്മാനം ആത്മനാ ജഹിശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. ഇതാണ് ലാസ്റ്റ് ചാപ്റ്റർ. ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ പ്രപഞ്ചത്തിനെ ഗ്രഹിക്കുന്നത്. കണ്ണുകൊണ്ട് ലോകത്തിനെ കാണുന്നു, ചെവി കൊണ്ട് ലോകത്തിലെ വിഷയങ്ങൾ കേൾക്കുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു, നാവുകൊണ്ട് രുചിക്കുന്നു, ത്വക്കുകൊണ്ട് സ്പർശിക്കുന്നു. ഈ 5 അനുഭവമാണ് നമ്മളുടെ പ്രപഞ്ചം. ഈ 5 നടക്കണത് ഇന്ദ്രിയം എന്ന് വെച്ചാൽ ഈ കണ്ണ്, ചെവി ഇതൊക്കെ ബാഹ്യദ്വാരം മാത്രമാണ്. ഇതിന്റെയൊക്കെ ഇന്നർ എക്യൂപ്മെന്റ്സ് മനസ്സിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളൊന്നുമില്ലാതെ തന്നെ സ്വപ്നത്തില് കാണും, കേൾക്കും, മണക്കും, രുചിക്കും, സ്പർശിക്കും. അല്ലേ? സ്വപ്നത്തിൽ കണ്ണുണ്ടോ? ലൈറ്റ് ഇട്ടിട്ട് വേണോ സ്വപ്നം കാണാൻ? രാത്രി എങ്ങനെയാ സ്വപ്നം കാണുന്നത്? ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട്, ലൈറ്റെല്ലാം ഓഫ് பண்ணிட்டு தானே படுத்துக்கிறேன். அப்புறம் எப்படி பாக்குறீர்கள் സ്വപ്നം? பிளாக் அண்ட் ஒயிட்டா கலரா സ്വപ്നം? கண்ணாடி போட்டுக்கிட்டு இருக்கிறவாளுக்கு கண்ணாடி போட்டுக்கணுமோ சொப்பனம் பாக்குறதுக்கு? கண்ணாடி போட்டுக்கணுமா? കണ്ണട ഇട്ടിട്ട് വേണ്ടല്ലോ സ്വപ്നം കാണാൻ. അത് ഉള്ളിലുള്ള കണ്ണുകൊണ്ടാണ് സ്വപ്നം കാണുന്നത്. ഉള്ളിലുള്ള കണ്ണുകൊണ്ടാണ് സ്വപ്നത്തിൽ ആരെങ്കിലുമൊക്കെ സംസാരിച്ചാൽ കേൾക്കുന്നത്. ഉള്ളിലുള്ള ത്വക്ക് കൊണ്ടാണ് സ്പർശിക്കുന്നത്. ഉള്ളിലുള്ള നാവ് കൊണ്ടാണ് രുചിക്കുന്നത്. അപ്പൊ മനസ്സിലെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും സോഴ്സ്, അതിന്റെ സീഡ് മനസ്സിലുണ്ട്. അതാണ് അർത്ഥം. ഇന്ദ്രിയേഭ്യ പരാഹി അർത്ഥാഹ. ഇന്ദ്രിയങ്ങളെക്കാളും സട്ടിൽ, സൂക്ഷ്മം ആണ് ഇന്ദ്രിയങ്ങളുടെ അർത്ഥങ്ങൾ. ആ അർത്ഥങ്ങളാണ് ഇന്ദ്രിയ രൂപത്തിൽ ശരീരത്തിലും വിഷയരൂപത്തിൽ പുറത്തും നിൽക്കുന്നത്. അർത്ഥേഭ്യശ്ച പരം മനഃ. ഈ അർത്ഥങ്ങൾ, ഇന്ദ്രിയ അർത്ഥങ്ങളൊക്കെ മനസ്സിൽ ലോഡ്ജഡായിട്ടിരിക്കുന്നത് കൊണ്ട് സങ്കല്പ വികല്പാത്മകമായ മനസ്സ് അതിനേക്കാളും സൂക്ഷ്മമാണ്. മനസ്സ് ഉദിക്കുമ്പോൾ ഇതൊക്കെ ഉദിക്കുകയും
മനസ്സ് അസ്തമിക്കുമ്പോ എല്ലാം ലയിക്കുകയും ചെയ്യും. അല്ലേ? സുഖമായി ഉറങ്ങുമ്പോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി. ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല, ഒന്നും അറിഞ്ഞില്ല. ചിലപ്പോ സത്സംഗത്തിന് ആദ്യം വന്നിരിക്കുന്നതും അറിയാം, അവസാനം അറിയാം. നടുവിലുള്ളതൊക്കെ എവിടെ പോയി? എന്താ? മനസ്സില്ല. മനസ്സ് ലയിച്ചാൽ കേൾക്കില്ല, കാണില്ല, തൊടില്ല, അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാളും സൂക്ഷ്മമാണ്. ആ മനസ്സിന് പേരാണ് അജ്ഞാനം എന്നുള്ളത്. ആ മനസ്സ് അറിയുന്നത് കൊണ്ടാണ് നമുക്ക് ദുഃഖം വരുന്നത്. മനസ്സ് അറിയാത്തത് കൊണ്ട് നമ്മളൊക്കെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നത് അറിവാണ് വലുത് എന്നാണ്. നമ്മളുടെ എല്ലാ കുഴപ്പത്തിനും ദുഃഖത്തിനും കാരണം അറിവാണ്. ചെറിയ കുട്ടികൾ ഒന്നും അറിയാതെ ഉറങ്ങിക്കൊണ്ടിരിക്കും. അവർക്കൊന്നും അറിയാത്തതുകൊണ്ട് അവർക്ക് ഒരു ദുഃഖമില്ല. ജ്ഞാനികളും രണ്ട് വശങ്ങളുണ്ട് ജ്ഞാനികൾക്ക്. ഒന്ന്, അറിയുന്നില്ല എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ടു നോ അബൌട്ട് ദ വേൾഡ് ആൻഡ് ടു നോ ദ സെൽഫ്. രണ്ടും വേണം. അനാത്മ അജ്ഞാനവും ആത്മജ്ഞാനവും വേണം. ആത്മജ്ഞാനം മാത്രം ഉണ്ടായിരുന്നിട്ട് അല്പം അനാത്മജ്ഞാനവും കലർന്നാൽ ദുഃഖം ഉണ്ടാവും. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളത് അറിഞ്ഞിട്ട് അവര് കുറ്റം പറയുകയാണെങ്കിൽ വിഷമിക്കും, നല്ലത് പറയുകയാണെങ്കിൽ സന്തോഷിക്കും. അല്ല, ഞാൻ കുറച്ച് ആധ്യാത്മികമായിട്ടൊക്കെ ഉയരുകയാണെങ്കിൽ അവർ കുറ്റം പറയുകയാണെങ്കിൽ ലോകം അങ്ങനെയൊക്കെ പറയും, പറഞ്ഞോട്ടെ എന്നൊക്കെ തോട്ട്സ്, ചിത്തവൃത്തികളെ ഉപയോഗിച്ച് അതിനെ നീക്കം ചെയ്യൽ രണ്ടാം കടയാണ്. ഏറ്റവും നല്ലത് എന്താന്ന് വെച്ചാൽ അറിയാതിരിക്കുക. ഒന്നും, ഒരു ശബ്ദത്തിനും ഒരു പ്രാമുഖ്യവും കൊടുക്കണില്ല. ആരെന്തു പറയണതും എന്റെ ഉള്ളിൽ കടക്കണില്ല. ചിത്തവൃത്തികൾ ദുഃഖത്തിന് കാരണമാണ്. ആ ഒരു സൂത്രം നമ്മൾ നേടിയെടുത്താൽ, എന്ന് വെച്ചാൽ ഈ സൂക്ഷ്മതലത്തിൽ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മമായ അർത്ഥവും അതിന്റെ സൂക്ഷ്മമായ മനസ്സും പ്രവർത്തിക്കാതായാൽ there is absolute stillness in you. ചുറ്റും പലതും നടക്കണു, നിങ്ങൾക്ക് ചെയ്യേണ്ട പ്രവൃത്തികളൊക്കെ നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണു. പക്ഷെ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയുന്നുവെന്നോ സ്തുതിക്കുന്നുവോ നിന്ദിക്കുന്നുവോ, നിങ്ങൾക്ക് വേണ്ടത് വല്ലതും കിട്ടുന്നുവോ കിട്ടുന്നില്ലയോ, ലോകത്തിൽ എന്ത് നടക്കണമെന്നോ ന്യൂസ് പേപ്പർ ന്യൂസോ ഒന്നിലും നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ല. ഒന്നും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കടത്തുന്നില്ല. വ്യവഹരിക്കാൻ എത്ര കണ്ട് വേണോ അത്ര കണ്ട് മാത്രം മുമ്പിൽ കാണുന്നത് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും, അതേസമയം നിങ്ങളുടെ ബുദ്ധി ക്വയറ്റായിട്ടിരിക്കുകയും സങ്കല്പരൂപത്തിലുള്ള മനസ്സ് ചലിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിക്ക് പേരാണ് യോഗം. അങ്ങനെ അതൊരു സൈഡേ ആയുള്ളൂ യോഗത്തിന്റെ. മറ്റൊരു വശമുണ്ട്, ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം. അതാണ് ഭഗവാൻ പിന്നെയും പറയണത്, മനസ്സസ്തു പരാബുദ്ധി. ഇപ്പൊ ഇത്രയും ചിന്തിച്ച ഒരാളുണ്ട് അല്ലെ, ചിത്തവൃത്തികളാണ് കുഴപ്പം. ഇതൊക്കെ ലോകസാമാന്യ ജ്ഞാനമല്ല. ലോകത്തിൽ ഈ ജ്ഞാനമേ നിങ്ങൾക്ക് കിട്ടില്ല. സ്കൂളിൽ പഠിച്ചാലും കിട്ടില്ല, കോളേജിൽ പഠിച്ചാലും കിട്ടില്ല, ഫിലോസഫി മെയിൻ എടുത്ത് പഠിച്ചാലും കിട്ടില്ല, ഒന്നും കിട്ടില്ല ഈ അറിവ്. ലോകത്തിൽ ഒബ്ജക്റ്റീവ് നോളജേ ഉള്ളൂ. When you become spiritually oriented, when you become introvert, you get subjective knowledge. അത് തരുന്നത് ബുദ്ധിയാണ്. ഈ ബുദ്ധി പറയണു, ഈ മനസ്സാണോ കുഴപ്പക്കാരൻ, മനസ്സിനെ പുറമേക്ക് വിടരുത്, പുറം ലോകത്തിൽ ഒന്നും അറിയണ്ട, എന്തൊക്കെ നടന്നാലും ജാഗ്രത സുഷുപ്തിയിലിരിക്കുക എന്നാണ്. ജാഗ്രത സുഷുപ്തിയിലിരിക്കുക. മുമ്പിൽ പലതും നടക്കണു, അതാണ് ലോകമില്ലാത്ത സ്ഥിതി എന്ന് പറയുന്നത്. അലോകസ്ഥിതി എല്ലാം ഉണ്ട് മുമ്പില്, പക്ഷെ ഒന്നും നിങ്ങളെ ബാധിക്കണില്ല. എല്ലാത്തിന്റെ നടുവിലും ഇരുന്നിട്ടും ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ ഇരിക്കാൻ ബുദ്ധിയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ആ ബുദ്ധിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാര്യം നടക്കില്ല. ബുദ്ധിയും നിശ്ചലമാവണം, നിശ്ചേഷ്ടമാവണം. ബുദ്ധിയുടെ ചേഷ്ടയും അടങ്ങിയാൽ താം യോഗം ഇതി മന്യന്തേ സ്ഥിരാം ഇന്ദ്രിയധാരണാം യഥാ പഞ്ചാവതിഷ്ഠന്തെ ജ്ഞാനാനി മനസാ സഹ ബുദ്ധിശന വിചേഷ്ടതേ താം ആഹുഹു പരമാം ഗതിം. കഠോപനിഷത്തില് ഉള്ള മന്ത്രമാണ്. 5 ഇന്ദ്രിയങ്ങളും
പുറം വസ്തുക്കളെ അകമയ്ക്ക് കൊണ്ടുവരാതിരിക്കുന്നു. ജ്ഞാനിയുടെ കണ്ണ് ആടിന്റെ കണ്ണിനെ പോലെയാണെന്ന് പറയും. ചിലർക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് പഴയ കാലത്ത് തന്നെ ഈ സമ്പ്രദായം ഉണ്ടായിരുന്നു അത്രേ. ആടിന്റെ കണ്ണ് വെച്ചു കൊടുക്കുക. മരിച്ച ആടിന്റെ കണ്ണൊക്കെ എടുത്തിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും അവിടെ. ചിലർക്ക് കണ്ണൊക്കെ യുദ്ധത്തിൽ പോയാൽ. പക്ഷെ ആ കണ്ണുപോലെ ഉണ്ടാവുന്നില്ല, അത് കാണില്ല. അതുപോലെ പുറം വസ്തുക്കളെ ഒന്നും കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കണില്ല. ഇന്ദ്രിയങ്ങൾ പുറം വിഷയങ്ങളെ കൊണ്ടുവന്ന് ഉള്ളിൽ കൊണ്ടുവന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണില്ല. നമ്മൾ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ നമുക്ക് ഒരുപാട് അറിവ് വേണം ജീവിക്കാൻ എന്നാണ്. അത്രയൊന്നും അറിവൊന്നും വേണ്ട ജീവിക്കാൻ. ജനറൽ നോളേജ് അല്ലെ, അതിന് നമ്മൾ നോളേജ് അല്ല, അത് ജനറൽ അജ്ഞാനം, ജനറൽ ഇഗ്നറൻസ് ആണത്. വേണ്ടാത്തതൊക്കെ കൊണ്ടുവരിക അല്ലെ. ഔറംഗസീബ് എപ്പോ മരിച്ചു? അക്ബർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിന്റെ പേരെന്താണ്? പാനിപത്ത് യുദ്ധം എപ്പോ നടന്നു? എന്തിനാ, എന്ത് വേണം? എനിക്ക് അറിഞ്ഞിട്ട് എന്ത് വേണം? ഇതിങ്ങനെ കുട്ടികളെ ബൈഹാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അയാളുടെ കുട്ടിയുടെ മുത്തശ്ശന്റെ പേര് ചോദിച്ചാൽ അറിയില്ല. ഇതിനാണ് നമ്മൾ അറിവ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ വാല്യൂസ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് നമ്മൾ പറയുന്ന സൊസൈറ്റി, സമൂഹം. അപ്പൊ സമൂഹം അജ്ഞാനത്തിന്റെ സന്തതിയാണ്. ഒരിക്കലും കുറച്ച് ബുദ്ധിയുള്ള ആൾക്ക് സമൂഹത്തില് ചേർന്നു പോകാൻ പറ്റില്ല. സമൂഹത്തിന്റെ നിയമങ്ങളും സമൂഹം അംഗീകരിച്ചിരിക്കുന്ന വ്യവസ്ഥകളും പലതും അജ്ഞാനത്തിന്റെയാണ്. അവരുടെയൊക്കെ നിയമങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേക്കും നമ്മളുടെ ജീവിതം പകുതി മുക്കാലും തൊലഞ്ഞുപോയി പോകും. അപ്പൊ ഇവിടെ വലുതായിട്ട് അറിയാനൊന്നുമില്ല. എനിക്കിപ്പോ ഇത് അറിഞ്ഞിട്ടൊന്നും വേണ്ടെന്നാണ്. എന്തോ നടക്കട്ടെ. ഇപ്പൊ വളരെ രസമായൊരു അറിവാണ് വന്നിരിക്കുന്നത്. കമ്പ്യൂട്ടർ പഠിച്ചു എന്ന് പറഞ്ഞ് അഭിമാനിക്കുമ്പോഴേക്കും അത് മാറും. നല്ല അറിവാണ്. പഠിച്ചു എന്ന് പറഞ്ഞൊരു അഭിമാനം. 2 വർഷം ഒരാൾ പഠിച്ചു, അത് കഴിഞ്ഞ് ഓഫീസിൽ പോകുമ്പോഴാണ് പറയണത് യു ഹാവ് ടു ടേക്ക് എ ന്യൂ കോഴ്സ്. എന്താന്ന് വെച്ചാൽ അതൊക്കെ മാറി, പഠിച്ചതൊക്കെ ഒക്കെ വേസ്റ്റായി. ബഹുവിശേഷമായ ഒരു അറിവിന്റെ മണ്ഡലത്തിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇപ്പോ എന്താണ്, സാധാരണ സയൻസ്, നാച്ചുറൽ സയൻസ് പോലും ഇല്ലാതായിരിക്കുന്നു. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പോയി. അപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ എല്ലാം ഈ ഒരു സാധനമാണ്. അവസാനം നമുക്ക് ബ്രെയിനേ പ്രവർത്തിക്കാത്ത സ്ഥിതിയാവും. അപ്പോ പുറം ലോകത്തിലെ അറിവിന് ലിമിറ്റേഷൻ ഉണ്ട്. പുറം ലോകത്തിലെ അറിവ് ജഡത്തിന്റെ അറിവാണ്. ആ അറിവ് നമുക്ക് ശാന്തി ഉണ്ടാക്കില്ല എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് സമ്യക് ജ്ഞാനത്തിന്റെ ഒരു ഭാഗമാണത്. അതറിഞ്ഞാൽ നമ്മളുടെ ജിജ്ഞാസ കുറയും. ജിജ്ഞാസ കുറയും. ലോകത്തിൽ അറിയാനുള്ള ജിജ്ഞാസ, അതൊക്കെ എനർജിയാണ്. നമുക്ക് ഭഗവാൻ അഥവാ നമ്മളെ ജനിപ്പിച്ച ആ ശക്തി കുറച്ച് പവർ തന്നിട്ടുണ്ട് നമ്മളുടെ ഉള്ളിൽ. ആ പവറാണ് നമ്മളുടെ ഉള്ളിൽ ജിജ്ഞാസയായിട്ടും ഭയമായിട്ടും സ്നേഹമായിട്ടും പല ശക്തിയായിട്ടും നമ്മൾ പ്രവർത്തിക്കണത്. അതൊക്കെ നമ്മള് കുറച്ച് പണം കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ പണമൊക്കെ തൂത്ത് കളഞ്ഞാൽ പിന്നെ ആവശ്യത്തിനൊന്നും കയ്യിലുണ്ടാവില്ല അല്ലേ. ഈ ഫാക്കൽറ്റീസിന് മരുഭൂമിയിൽ ഒരാൾക്ക് ഒരു ബോട്ടിൽ വെള്ളം കൊടുത്ത് മരുഭൂമി ക്രോസ് ചെയ്യണമെങ്കിൽ ആ വെള്ളം അയാൾ എങ്ങനെ ഉപയോഗിക്കും? ആവശ്യത്തിന് മാത്രം കുടിച്ച് വയ്ക്കുമല്ലേ. അതുപോലെ ഈ ഫാക്കൽറ്റീസിനൊക്കെ നമ്മളുടെ ഹിതത്തിനായിട്ട് ഉപയോഗിക്കാനായി സംരക്ഷിക്കുന്നവനാണ് ബുദ്ധിശാലി. വേണ്ടാത്തത് അറിയുന്നതിനും വേണ്ടാത്തത് അറിഞ്ഞ് അഭിമാനിക്കുന്നതിനും പകരം എന്നെ സംരക്ഷിക്കാനായിട്ടും, ഞാൻ കുറച്ചു കാലം ജീവിച്ച് മരിച്ചു പോവും, അതിനു മുമ്പ് വാസ്തവമായിട്ടുള്ളത് എന്തോ, സത്യമായിട്ടുള്ളത് എന്തോ അതിനെ എനിക്ക് അറിയുകയും കണ്ടെത്തുകയും അതിനെ എന്റെ സ്വന്തമാക്കുകയും ചെയ്യണം. അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഏറ്റവും വലിയ തടസ്സം സമൂഹമാണ്, സമൂഹത്തിന്റെ നിയമങ്ങളാണ്, സമൂഹത്തിന്റെ വ്യവസ്ഥിതിയാണ്. സമൂഹത്തിന്റെ വ്യവസ്ഥിതിയെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമിരിക്കുന്ന നമ്മളുടെ ബന്ധുക്കളും സ്നേഹിതന്മാരും നമ്മളുടെ ഗവൺമെന്റും ഒക്കെയാണ്. അവരൊക്കെ നമുക്കെതിരായിരിക്കും. അവരോട് യുദ്ധം ചെയ്യാൻ പോയാൽ അതിൽ നമ്മളുടെ കുറെ എനർജി പോകും.
അതുകൊണ്ട് അവരോട് യുദ്ധവും ചെയ്യാൻ പാടില്ല. പത്മവ്യൂഹം ഭേദിച്ചുകൊണ്ട് പോകുന്ന അർജുനനെ പോലെ പോകണം. ഭഗവാൻ മഹാഭാരതത്തില് പത്മവ്യൂഹം ഭേദിച്ചുകൊണ്ട് അർജുനൻ ജയദ്രഥവധത്തിന് പോകുമ്പോ ഭഗവാൻ കൂട്ടിക്കൊണ്ടു പോണത് അങ്ങനെയാണ്. വഴിയിലൊക്കെ വൈകുന്നേരത്തിനുള്ളിൽ ജയദ്രഥനെ വധിക്കണം. വഴിയിൽ ഭീഷ്മർ നിൽക്കുന്നു, ദ്രോണർ നിൽക്കുന്നു, കൃപർ നിൽക്കുന്നു. ഇവരൊക്കെ പറയണു എന്റെ അടുത്ത് യുദ്ധം ചെയ്യാതെ നീ എങ്ങനെ പോകും ചോദിക്കുന്നു. ഭഗവാൻ പറയണു അവരെയൊക്കെ ഒന്ന് നമസ്കരിച്ചിട്ട് ഒരു പ്രദക്ഷിണം വെച്ചിട്ട് പോകാം എന്നാണ്. സമയമില്ല. ഇവരോടൊക്കെ യുദ്ധം ചെയ്താൽ യു വിൽ ലൂസ് ടൈം, യു വിൽ ലൂസ് എനർജി. മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പൊ പുറം ലോകത്തിനെ ശരിയാക്കാനോ പുറം ലോകത്തിനോട് ശണ്ട കൂടാനോ നമുക്ക് സമയമില്ല. അതിനൊക്കെ അങ്ങോട്ട് നമസ്കരിച്ച് വട്ടം ചുറ്റി അതിനെയൊക്കെ അതിന്റെ പ്രാരബ്ധത്തിന് വിട്ട് ചിത്തവൃത്തികളെ വളരെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള ഫാക്കൽറ്റീസ് മുഴുവൻ ആത്മസാക്ഷാത്കാരത്തിനായി സംഭരിച്ചു വെച്ചുകൊണ്ട് ജിജ്ഞാസയെ ആത്മജ്ഞാനത്തിനായി ഉപയോഗിച്ചുകൊണ്ട് പതുക്കെ പോകണം. അവസാനം ഇതൊക്കെ പറഞ്ഞു തരുന്ന ബുദ്ധിയും നിശ്ചലമാവണം. യോ ബുദ്ധേഹേ പരതഃ, ബുദ്ധിക്ക് അപ്പുറം ഒരാളുണ്ട്. സുഖമായിട്ട് ഉറങ്ങുമ്പോ ദിവസവും ബുദ്ധിയും എവിടെയോ പോയി ലയിക്കണു, ഒന്നും അറിഞ്ഞില്ല അല്ലേ? ശരീരമില്ല, മനസ്സില്ല, അഹങ്കാരമില്ല, ഒന്നും അറിഞ്ഞില്ല ഉറക്കത്തിൽ അല്ലേ? ഉറക്കത്തിൽ ആർക്കും ദുഃഖവുമില്ല. ജാഗ്രതത്തിലും സ്വപ്നത്തിലും ദുഃഖമുണ്ട്. സ്വപ്നത്തിൽ ചിലപ്പോൾ ദുഃഖിക്കും, ജാഗ്രതത്തിലും ദുഃഖിക്കും. എന്തുകൊണ്ടാ? മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, ഞാനെന്നുള്ള ഭാവമുണ്ട്. സുഷുപ്തിയിൽ അതില്ലാത്തത് കൊണ്ട് ദുഃഖമില്ല. അപ്പൊ ഇതിന്ന് തന്നെ ഒരു കാര്യം തെളിയണു, സകല ദുഃഖത്തിനും മൂല കാരണം മനസ്സാണ്, അഹങ്കാരമാണ്. അതില്ലാത്ത സുഷുപ്തി അവസ്ഥയിൽ ദുഃഖമില്ലായ്മ കൊണ്ട് തന്നെ അറിവാണ് ദുഃഖത്തിന് കാരണം, അന്യജ്ഞാനമാണ് ദുഃഖത്തിന് കാരണം എന്നറിയണം. സുഷുപ്തിയിൽ ഇരുന്ന പോലെ തന്നെ വേക്കിംഗ് സ്റ്റേറ്റ്, ജാഗ്രത അവസ്ഥയിൽ ബോധപൂർവം എല്ലാത്തിനെയും ഉപശമിപ്പിച്ച് ബുദ്ധിക്ക് സാക്ഷിയായി നിൽക്കുന്ന ഒരു അവബോധമുണ്ട്. എല്ലാത്തിനെയും കണ്ടുകൊണ്ട് അത് സുഷുപ്തി അവസ്ഥയിലുമുണ്ട്. സുഖമായി ഉറങ്ങുന്ന അവസ്ഥയിലും ആ സുഖം ആരനുഭവിച്ചു? എല്ലാവർക്കും സുഷുപ്തിയിൽ പോവാൻ ഇഷ്ടമാണ്. தூங்கறதுக்கு ரொம்ப பிடிக்கும் இல்லையா? காத்தால ஸ்கூலுக்கு போறதுக்கு தான் கஷ்டமா இருக்கும், எழுப்பி விட்டுடுவாണ്. സുഷുപ്തിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വിടുമ്പോഴാണ് കഷ്ടം. ബ്രഹ്മഹത്യ എന്നാണ് പറയണത്. എന്താന്ന് വെച്ചാൽ സുഖമായിട്ടിരിക്കുകയാണ് അവിടെ, അവിടുന്ന് എഴുന്നേൽപ്പിച്ചു വിടുമ്പോ യു കം ബാക്ക് ടു ദിസ് മിസറബിൾ വേൾഡ്. അവിടെ സുഖമായിട്ടിരുന്നു, ഒരു പ്രശ്നമില്ല, ഒരു ദുഃഖമില്ല. സുഷുപ്തിയിൽ ഞാനുണ്ടായിരുന്നു, ഞാൻ എന്ന ഈ വ്യക്തിബോധമില്ല. ഉറങ്ങി നോക്കണം, ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നോക്കണം. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചിന്തിക്കുക, ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ എവിടെയായിരുന്നു? ആദ്യം ഒന്നും പിടികിട്ടില്ല. കുറെ ദിവസം യു നോക്ക് ആൻഡ് നോക്ക് ആൻഡ് നോക്ക്, മുട്ടിക്കൊണ്ടേയിരിക്കുക. എന്തായിരുന്നു ആ സ്ഥിതി? എന്താണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയതും നമ്മൾ ജീവിതത്തിൽ മാക്സിമം ചെയ്യുന്നതുമായ ഒരു കാര്യം? ഉറക്കം അല്ലേ? കുട്ടിക്കാലത്ത് 10-20 മണിക്കൂറൊക്കെ ഉറങ്ങും, പിന്നെ പതുക്കെ പതുക്കെ ഉറക്കം കുറഞ്ഞു വരും. ഇപ്പോഴും മോശമൊന്നുമല്ല, ഉറക്കം ധാരാളം ഉണ്ട്. പക്ഷെ ആ ഉറക്കത്തിന് ഉറങ്ങുന്നു എന്നല്ലാതെ ഉണരുമ്പോ അതിനൊന്ന് ശ്രദ്ധിക്കാം. എന്തായിരുന്നു ആ സ്ഥിതി? ഒരു അരമണിക്കൂർ മുമ്പ് എന്തായിരുന്നു? രാത്രി 1 മണിക്ക് എവിടെയായിരുന്നു? 12 മണിക്ക്? നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്കൊന്നും ആലോചിച്ചാൽ കിട്ടില്ല. ഉറങ്ങിയ ആള് എഴുന്നേറ്റിട്ട് ആലോചിക്കണം, അർദ്ധരാത്രി സമയത്ത് ഞാൻ എവിടെയായിരുന്നു, എന്തായിരുന്നു സ്ഥിതി? അപ്പൊ നോക്കുമ്പോ ഞാനില്ല, എന്റെ പ്രശ്നങ്ങളില്ല, എന്റെ ഫാമിലി പ്രോബ്ലംസ് ഇല്ല, ഒഫീഷ്യൽ പ്രോബ്ലംസ് ഇല്ല, എന്റെ ശാരീരിക പ്രശ്നങ്ങളില്ല, മാനസിക പ്രശ്നങ്ങളില്ല, അഹങ്കാരത്തിന്റെ പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല അവിടെ. ആ സ്ഥിതിയിൽ പക്ഷെ സുഖമായിരുന്നു. ആ സുഖം എവിടുന്ന് വന്നു? സുഖമായി ഇരുന്നു എന്നാണ്. സുഖമായിരുന്നു ഞാൻ. there the real I was there, not this I. ഈ അഹങ്കാര രൂപത്തിലുള്ള ഞാൻ അവിടെ ഇല്ല, പക്ഷെ അസ്തിത്വ രൂപത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എക്സിസ്റ്റൻസ് വാസ് there, unalloyed, unadulterated. അസ്തിത്വം അവിടെ ഉണ്ടായിരുന്നു.
ആ സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുന്ന അവസ്ഥയിലും ഏതൊരു വസ്തു ഉണ്ടായിരുന്നുവോ അതിപ്പോഴും ഉണ്ട്. നമ്മളുടെ മനസ്സിനും ഈ പ്രസംഗിക്കുന്നതിനൊക്കെ പുറകിലതുണ്ട്. ഈ കേൾക്കുന്നവരുടെ കേൾക്കുന്നതിന് പുറകിലതുണ്ട്. നിങ്ങൾ കേൾക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആനന്ദം ഉണ്ടായാൽ ആ ആനന്ദം അവിടുന്നാണ് വരുന്നത്. നിങ്ങൾ ഉറക്കത്തിൽ ഏതിൽ ആഴ്ന്നിരുന്നുവോ ആ ഒരു സീക്രട്ട് സെന്ററിൽ നിന്നാണ് ഇത്തിരി ആനന്ദം ഊറി മനസ്സിലേക്കൊക്കെ വരുന്നത്. സുഖമായിരിക്കണമെന്ന് പറയണത്. നന്നായിരുന്നു. ആ നന്നായിരുന്നു എന്നുള്ളത് ഇവിടുന്നല്ല വന്നത്, നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ്. സുഷുപ്തി എന്ന് വിളിക്കുന്ന ആ കാരണശരീരത്തിന്റെ സീക്രട്ട് എന്താണ്, രഹസ്യ അറയുടെ ഉള്ളിൽ നിന്നുമാണ് ഇത്തിരി അത് വന്നത്. ആ ആനന്ദം, ആ ആനന്ദം നമ്മളുടെ സ്വരൂപമാണ്. സുഷുപ്തിയിൽ ഏതൊന്നുണ്ടായിരുന്നുവോ ആ ആത്മാ, ഈശ്വരൻ, ബ്രഹ്മം, പൂർണ്ണ വസ്തു ഇപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമ. കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണ്, അതിന് കണ്ണായിരുന്ന പൊരുൾ, എല്ലാത്തിനെയും കണ്ട സാക്ഷി. ആ സാക്ഷി താൻ, താനേ താനേ തത്വം, இதனை தானே காட்டுவாய் அருணாச்சலா. அக்ஷரமண மாலையில ரமண பகவான் சொல்றார், ஹே அருணாச்சலா, உன்னோட ஸ்வரூபம் தானே தானே தத்துவம். தான் இருக்கிறதானே உன் தத்துவம். அதை பாக்கிறதுக்கு இந்த அகங்காரத்துக்கு முடியாது. அதனால நீயே உன்னை பிரகாசப்படுத்து. தானே காட்டுவாய் അരുണാചല. അഹങ്കാരത്തിനെ വെച്ചുകൊണ്ട് ആ വസ്തുവിനെ എങ്ങനെ പിടിക്കും? അത് സ്വയം പ്രകാശമാനമായിരിക്കുന്നു. അതിനെ ഞാൻ എങ്ങനെ പോയി നേടും? അതുകൊണ്ട് ഭഗവാനെ അവിടുന്ന് സ്വയം പ്രകാശിപ്പിക്കൂ. അപ്പോ അരുണാചലേശ്വരൻ ഉപദേശിച്ചു അത്രേ. ഭഗവാൻ ഉപദേശം കൊടുക്കാർ, തിരുമ്പി അഹം തനൈ ദിനമക കൺകാൺ തെരിയുമെன்றനയൻ അരുണാചല. തിരുമ്പി, ബിക്കമിങ് ഇൻട്രോവേർട്ട്, ഉള്ളിൽ തിരിഞ്ഞ് ഞാൻ എന്നുള്ളതിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. അനുഭവത്തിന്റെ സെന്ററിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ തെരിയും. യു വിൽ യുവർ സെൽഫ് ഫൈൻഡ് ദ ട്രൂത്ത്. ഞാൻ എന്താണ്? ഈ അനുഭവിക്കുന്ന ആളാരാണ്? ബുദ്ധിക്ക് പുറകിൽ ഇരുന്നു കൊണ്ട് ആര് പ്രവർത്തിക്കുന്നു? ആരുള്ളത് കൊണ്ട് ഈ ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നു എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ സ്വയം അത് സ്വയം പ്രകാശിക്കും. തെരിയുമെன்றனை എന്ന അരുണാചല. ആ അറിവ്, ഏവം ബുദ്ധേഹേ പരം ബുദ്ധ്വാ സംസ്തഭ്യ ആത്മാനം ആത്മന, തന്നെ കൊണ്ടടക്കി തന്നിലിരുന്നാൽ, എന്നുവെച്ചാൽ സാക്ഷി മാത്രമായിട്ടുള്ളിൽ ഇരിക്കാൻ പഠിച്ചാൽ പതുക്കെ പതുക്കെ ചിത്തവൃത്തികൾ കുറയും. ചിത്തവൃത്തികളാണ് കാമം, ആഗ്രഹം എന്ന് പറയുന്നത്, അജ്ഞാനം. ചിത്തവൃത്തികൾ കൊണ്ട് ചിത്തവൃത്തികൾക്ക് പരിഹാരമേ ഇല്ല. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഒന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒരു ചിത്തവൃത്തിയാണ്, ഞാൻ പറയുന്ന ആൻസറും ഒരു ചിത്തവൃത്തിയാണ്. നമ്മളുടെ ഈ സത്സംഗത്തിനൊക്കെ ഒരൊറ്റ പ്രയോജനമേ ഉള്ളൂ. ഈ സത്സംഗം കൊണ്ടൊക്കെ പതുക്കെ പതുക്കെ ചിത്തവൃത്തികളില്ലാത്ത യോഗസ്ഥിതിയിൽ നമ്മൾ ഇരിക്കണം. ഒരു ചിത്തവൃത്തി, ഒരു വിചാരം അടുത്ത വിചാരവും വരുന്നതിന്റെ നടുവില് ഒരു നിശ്ചലത ഉണ്ട്. ആ നിശ്ചലതയാണ് നമ്മളുടെ സ്വരൂപം. ഓരോ വിചാരത്തിന് നടുവിലും നിശ്ചലതയുണ്ട്. അതുകൊണ്ട് വിചാരിച്ചുകൊണ്ട് ആർക്കും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. ആ വിചാരമൊക്കെ അസ്തമിക്കണം, ചിന്ത അസ്തമിക്കണം, ചിന്തയില്ലാത്ത സ്ഥിതിയിലിരിക്കണം. അതെങ്ങനെയിരിക്കും എന്ന് ചോദിക്കാൻ പാടില്ല. അതാണ് കുഴപ്പം. പിന്നെ എങ്ങനെയെന്ന് ചോദിക്കും. എങ്ങനെയെന്നുള്ളതിന് അകമേ ചോദ്യത്തിന് അർത്ഥമേ ഇല്ല. ഈ പറഞ്ഞത് ഉടനെ സ്വീകരിച്ചാൽ രക്ഷപ്പെട്ടു. പതുക്കെ കുറയ്ക്കുക. കോൺഷ്യസ്ലി യു അവോയ്ഡ്. എന്തെങ്കിലും നമ്മൾക്ക് ചിന്ത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്നിൽ ആ വസ്തുവിനെ ത്യജിക്കുക, അല്ലെങ്കിൽ ആ വസ്തുവിനെ ഏതാണോ എളുപ്പം അത് ചെയ്യുക. ആ വസ്തുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഉപേക്ഷിക്കാമെങ്കിൽ ഉപേക്ഷിക്കൂ, ആ വസ്തുവിനെ തന്നെ ഉപേക്ഷിക്കാമെങ്കിൽ ഉപേക്ഷിക്കൂ. എങ്ങനെയാണെങ്കിലും ചിന്തയിൽ നിന്ന് രക്ഷപ്പെടുക. ഇതിന് പേരാണ് സന്യാസം. ഇതാണ് സന്യാസം. ഒന്നിൽ വസ്തു അല്ലെങ്കിൽ ചിന്ത. വസ്തു അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ചിന്തയില്ലാതിരിക്കാമെങ്കിൽ നല്ലത്. കാരണം ചിന്തയാണ് മുഖ്യം. ഒരുപക്ഷെ വസ്തു പോയാലേ ചിന്ത പോകുള്ളൂവെങ്കിൽ വസ്തുവിനെ വിട്ടിട്ടെങ്കിലും ചിന്തയിൽ നിന്ന് രക്ഷപ്പെടുക. ചിന്തകൾ കുറയും തോറും, ചിത്തവൃത്തികൾ കുറയും തോറും നമ്മൾ നമ്മളാവും.
ചിത്തവൃത്തികൾ ഉണ്ടാകും തോറും നമ്മൾ ചിത്തവൃത്തിയാകും. ഒരു ചിത്തവൃത്തി നമ്മളുടെ സ്വരൂപമല്ല. സാക്ഷിയായിരിക്കുന്ന നിശ്ചലബോധമാണ് നമ്മളുടെ സ്വരൂപം. ആ നിശ്ചലബോധത്തിലേക്ക് നമ്മളെ പതുക്കെ പതുക്കെ കൊണ്ടുപോകുന്നതാണ് സത്സംഗം. അല്ലാതെ സത്സംഗത്തിൽ നിന്നും ഒന്നും അറിയാനില്ല. അതുകൊണ്ടാണ് ഈ നോട്ട് മേക്കിംഗ് ഒന്നും വേണ്ടെന്ന് പറയണത്. ഒക്കെ എഴുതി വെച്ചിട്ട് എന്ത്, ആ നോട്ട് പുസ്തകമൊക്കെ അവിടെ ഇരിക്കും, അത്രേ ഉള്ളൂ. എല്ലാ നോട്ട് പുസ്തകവും അവസാനിക്കണം. ബ്രെയിനിലുള്ള നോട്ട് പുസ്തകമൊക്കെ അവസാനിക്കണം. ആ നിശ്ചലത യോഗസ്ഥിതിയാണ്. ആ യോഗസ്ഥിതി അല്പം അഭ്യാസം കൊണ്ട് അകമയ്ക്ക് നേടിയെടുക്കണം. നമുക്ക് നാമജപമൊക്കെ ചെയ്യാൻ പറയണത് അതിനാണ്. അനേക ചിത്തവൃത്തികളായി മനസ്സ് ചഞ്ചലപ്പെടാതിരിക്കാൻ ജപം ചെയ്തുകൊണ്ടേയിരിക്കെ ചിത്തവൃത്തികൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ചിത്തവൃത്തികൾ കുറയും തോറും സദാ ഉള്ളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തു അനുഭവവേദ്യമാവും. ഭഗവാൻ എപ്പോഴും ഉള്ളിലുണ്ട്. ആ ഭഗവാനെ നമ്മളെ പതുക്കെ കണ്ടു തുടങ്ങും. നേടിയെടുക്കേണ്ട വസ്തുവല്ല എന്നറിയും. അതാണ് യോഗസ്ഥിതി. ആ യോഗസ്ഥിതി നേടിയെടുത്ത ശേഷം ലോകത്തിൽ വ്യവഹരിച്ചിട്ടും അത് എന്താ, ഒരു ഉദാഹരണം പറയണത്, ഈ കുംഭം തലയിൽ വെച്ചുകൊണ്ട് ഡാൻസ് ചെയ്യും, നർത്തനം, കുമ്പാട്ടം എന്ന് പറയും പാലക്കാട് സൈഡൊക്കെ. ചിലയിടത്തൊക്കെ തമിഴ്നാട്ടിലെ ഇതിന് കരകാട്ടം, ഇവിടെ എന്താ പറയാ, അങ്ങനെയുണ്ടോ ഇവിടെ സമ്പ്രദായം? തലയിൽ കുംഭം വെച്ചുകൊണ്ട് ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. തലയിൽ കുംഭം വെച്ച് പുറത്ത് ചുവട്ടിൽ ഒരു താലം, ഒരു താമ്പാളം വെച്ച് അതിന്റെ മേലെ കാല് വെച്ചുകൊണ്ട് നർത്തനം ചെയ്യും. ആ പാട്ടിനും താളത്തിനും അനുസരിച്ചായിരിക്കും ഡാൻസ്. മൗലിസ്തകുംഭ പരിരക്ഷണധീഹി നടീവ. വിദ്യാരണ്യ സ്വാമികൾ അദ്ഭുതമായ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു, ഒരു നടി, ഈ നർത്തനം ചെയ്യുന്നവൾ, അവളെ പോലെയാണ് ജ്ഞാനി എന്നാണ്. ജ്ഞാനി എങ്ങനെയെന്ന് വെച്ചാൽ പുങ്കാനുപുങ്ക വിഷയക്ഷണ തത്പരോപി. ചെറിയ ചെറിയ ഡീറ്റെയിൽസ് പോലും ലോക വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉപദേശിക്കുകയും പറയുകയും ഒക്കെ ചെയ്യണം അത്ര ജ്ഞാനി. പെർഫെക്റ്റായ കർമ്മയോഗി. ഉള്ളില് ആ യോഗം നേടിയെടുത്തു കഴിഞ്ഞു, എന്നിട്ട് വെളിയിൽ ഭംഗിയായി ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും, എല്ലാം പ്രവർത്തിക്കുന്നു. എന്തെന്ത് അയാൾക്ക് പ്രാരബ്ധമനുസരിച്ച് എന്തെന്ത് ചെയ്യണോ അതൊക്കെ ചെയ്യുന്നു. അതെങ്ങനെ ഒരു ലൗകികനേക്കാളും പെർഫെക്റ്റ് ആയിട്ട്, ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരു ലൗകികന് പോലും ചെയ്യാൻ പറ്റില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ട് പുങ്കാനുപുങ്ക വിഷയക്ഷണ തത്പരോഭി. എല്ലാ ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും ജാഗ്രതയാണ്. രമണ മഹർഷി ഊണ് കഴിച്ചാൽ ആ ഇലയിൽ ഒരു വെറ്റ് ചോറ് പോലും ബാക്കിയുണ്ടാവില്ല എന്നാണ്. അത്ര ഊണ് കഴിച്ച ഇലയാണെന്ന് പോലും അറിയില്ല. ഭഗവാന്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയാൽ പെർഫെക്റ്റ് ആയിട്ട് മുത്തു പോലെ ഉണ്ടാവും. ചെറിയ ചെയ്യുന്ന കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളിലും അത്രയധികം ശ്രദ്ധ കണ്ടാൽ നമുക്ക് തോന്നും നമ്മളെ കൊണ്ട് സാധ്യമല്ല ഇത്ര ശ്രദ്ധയോടെ ചെയ്യാൻ. പുങ്കാനുപുങ്ക വിഷയേക്ഷണ തത്പരോഭി. ഓരോ ചെറിയ ചെറിയ വിഷയങ്ങളും ശ്രദ്ധിക്കുന്നവരായി ഇരുന്നിട്ടും ബ്രഹ്മാവലോകദിഷണാം ന ജഹാതി യോഗി. ഇതൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹം ഇതൊന്നും കാണുന്നില്ല. അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റൂട്ടഡ് ഇൻ ബ്രഹ്മൻ. ബ്രഹ്മത്തിൽ തന്നെ ലഗ്നമായ ബുദ്ധിയോടുകൂടെ ഇരിക്കുന്ന ആള് അതിന് വിട്ടുകളയണേ ഇല്ല എന്നാണ്. വ്യവഹാരമൊക്കെ ചെയ്യുമ്പോഴും ബ്രഹ്മാവലോകദിഷണാം ന ജഹാതി യോഗി. എങ്ങനെയെന്ന് വെച്ചാൽ സംഗീത താള ലയ നൃത്യ വശം ഗതാപി. ഒരു നർത്തന സ്ത്രീ, നർത്തകി സംഗീതത്തിനനുസരിച്ചും താളത്തിനനുസരിച്ചും ലയത്തിനനുസരിച്ചും ഒക്കെ തന്റെ ചുവടുകൾ മാറ്റി നർത്തനം ചെയ്യുമ്പോഴും മൗലിസ്ത കുംഭ പരിരക്ഷണധീഹി നടീവ. തലയിൽ വെച്ചിരിക്കുന്ന ആ കുംഭം ചരിയാതെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതേപോലെ പ്രാരബ്ധത്തിന്റെ സംഗീതത്തിനും താളത്തിനും അനുസരിച്ച് തന്റെ സ്വകാര്യ ജീവിതത്തിൽ എന്തൊക്കെ നർത്തനം വേണോ ആ നർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യോഗി. ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള പ്രാരബ്ധം. ഒരാളും ഒരാളെ പോലെയല്ല. എല്ലാവരുടെ ജീവിതവും വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് സത്യദർശികളായ ജ്ഞാനികൾ വളരെ നാച്ചുറലാണ്. അവർക്ക് അവരുടെ പ്രാരബ്ധം എന്തോ ആ പ്രാരബ്ധം, ഒന്നുമില്ല. ആ പ്രാരബ്ധം അനുസരിച്ചൊക്കെ നടക്കുമ്പോഴും പക്ഷെ അവരുടെ ശ്രദ്ധ എവിടെയാ? ഈ പ്രാരബ്ധത്തിലൊന്നും ഇല്ല.
അത് എന്ത് പ്രാരബ്ധമാണ്? അതിനാണ് ഭാഗവതത്തിൽ വിവിധ തരം മഹാത്മാക്കളെ, യോഗികളെ പറഞ്ഞത്. അംബരീഷൻ ചക്രവർത്തി, കുചേലൻ പരമദരിദ്രൻ. അംബരീഷൻ എല്ലാത്തിനും നടുവിലും ഇരിക്കുന്നു. ഋഷഭയോഗീശ്വരൻ എല്ലാത്തിനും നടുവിൽ ചക്രവർത്തിയായിട്ടിരിക്കുന്നു. കുചേലൻ പരമദരിദ്ര ബ്രാഹ്മണനായിട്ടിരിക്കുന്നു. ഇവരൊക്കെ ഒരേപോലെ ജ്ഞാനികളാണ്, ബ്രഹ്മനിഷ്ഠരാണ്. ഓരോരുത്തർ ഓരോ തരത്തിലാണെന്ന് മാത്രം. അപ്പൊ അവരുടെ പ്രാരബ്ധത്തിനനുസരിച്ച് എന്തൊക്കെ കളിക്കേണ്ടി വന്നാലും, എന്തൊക്കെ തന്നെ വ്യവഹാരം ഉണ്ടെങ്കിലും ശ്രദ്ധ എവിടെയാ? ഈ ജ്ഞാനം ചലിക്കാതെ ഇരിക്കുന്നതിലാണ്. ആ ജ്ഞാനം ചലിക്കില്ല അവർക്ക്. ശ്രദ്ധ അവിടെ നാച്ചുറലായിരിക്കണം. അത് ശ്വാസപ്രശ്വാസത്തിനേക്കാളും നാച്ചുറലായിരിക്കും. അങ്ങനെ ആ ജ്ഞാനത്തിൽ നിഷ്ഠനായിരുന്നു കൊണ്ട് ലോകവ്യവഹാരം ചെയ്യുന്ന ആളുകളെ, ഒരു പരമ്പരയെ സൂര്യന് ഉപദേശിച്ച് സൂര്യവംശത്തിൽ ഉണ്ടാക്കിയിരുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ പറയണത്. അങ്ങനെയുള്ള രാജാക്കന്മാർ രാജ്യം ഭരിച്ചാൽ എങ്ങനെയുണ്ടാവും? ഉപനിഷത്തിൽ കുറെ മഹർഷിമാരായിട്ട് കൂടെ 6 മഹർഷിമാരായി ചേർന്ന് അശ്വപതി എന്ന മഹാരാജാവിന്റെ അടുത്ത് ചെന്ന് ബ്രഹ്മവിദ്യ ചോദിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് ജ്ഞാനോപദേശം ചെയ്യൂ എന്ന് പറയണു. രാജാവാണ്, ഇവര് ഋഷികളാണ്. ഇവര് തപസ്സൊക്കെ ചെയ്തിട്ടും ജ്ഞാനം ഉണ്ടായില്ല. അപ്പൊ രാജാവ് വലിയ ജ്ഞാനിയാണെന്നറിഞ്ഞ അശ്വപതിയോട് ചോദിക്കുക. ആ അശ്വപതിക്ക് ജ്ഞാനിയായി രാജ്യം ഭരിക്കുന്ന അശ്വപതി പറയാണ്, എന്റെ രാജ്യത്തിൽ കള്ളന്മാരില്ല, ചൂതുകളിക്കാരില്ല, സ്വൈരികളില്ല. സ്വൈരിണികളെ കുറിച്ച് പറയാൻ എന്തുകൊണ്ട്? ദുഷ്കർമ്മം ചെയ്യുന്ന ആരുമില്ല ഇവിടെ. കള്ളം പറയുന്നവരാരുമില്ല, ചതിക്കുന്നവരാരുമില്ല ഇവിടെ. അഗ്നിഹോത്രികളല്ലാത്തവരാരുമില്ല, തപസ്സില്ലാത്തവരില്ല എന്നൊക്കെ അശ്വപതി ഈ ഋഷികളോട് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അശ്വപതിയോട് ചോദ്യം ചോദിച്ച് അശ്വപതി ജ്ഞാനോപദേശം ചെയ്യുന്നതായിട്ട് ഉപനിഷത്തിലുണ്ട്. അപ്പൊ രാജാക്കന്മാർ അങ്ങനെയുള്ളവരായിരുന്നു അത്രേ. അതാണ് കൈകേയി അശ്വപതിയുടെ മകളാണ്. അതാണ് ഭരതന് കോപം വരുമ്പോ കൈകേയിയോട് പറയുന്നത്, നത്വം അശ്വപതേഹേ കന്യാ ധർമ്മരാജസ്യ ധീമത. നീ അശ്വപതിയുടെ മകളല്ല. കൈകേയി വിപരീതമായി പെരുമാറിയപ്പോ രാമായണത്തിൽ കാട്ടിലേക്ക് പോയി ഋഷികളൊക്കെ വന്ന് ശ്രീരാമനോട് വന്ന് പറഞ്ഞു, ഞങ്ങളെയൊക്കെ രക്ഷിക്കണം. ദാ രാക്ഷസന്മാരൊക്കെ തിന്നിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ് കുറെ ഋഷികളുടെ ശരീരത്തിനെ. ഇവരിൽ നിന്നൊക്കെ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, അതിനാണ് ഞാനിതാ വില്ലും അമ്പുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളെയൊക്കെ സംരക്ഷിക്കണ ചുമതല ഞാനിതാ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞതും സീതയുടെ മുഖം മ്ലാനമായി. സീത പറഞ്ഞു, സ്വാമി, എന്തിനാ ഈ കാട്ടിലെ ഈ അമ്പും വില്ലും ഒക്കെ നമുക്ക്? അവരൊക്കെ കണ്ടില്ലേ എത്ര ശാന്തമായിട്ടിരിക്കണം. അങ്ങേക്ക് ഇനി ഈ വാസന പോയില്ലേ? ഈ ആയുധവും കൊണ്ട് എന്തിനാ ഈ കാട്ടില്? ദേശധർമ്മസ്തു പൂജ്യതാം. ഈ ദേശം നോക്കുക എത്ര പ്രശാന്തമായിട്ടിരിക്കും. നമുക്കിനി തിരിച്ച് അയോധ്യയിലേക്കേ പോകണ്ട. നമുക്ക് ഈ കാട്ടിൽ തന്നെ വസിക്കാം. എല്ലാവർക്കും സന്തോഷമാവും. ഭരതൻ രാജ്യം ഭരിക്കട്ടെ, നമ്മൾ കാട്ടിൽ വസിക്കാം, ഇവിടെ തപസ് ചെയ്യാം. ക്വതപഹ ക്വചക്ഷാത്രം. ഈ തപസ് എവിടെ? ഈ ക്ഷാത്രധർമ്മം എവിടെ? അതുകൊണ്ട് തപസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. ഈ വില്ലും അമ്പും ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നാൽ എന്നെങ്കിലുമൊക്കെ ഇതിന്റെ വാസന കാരണം ഇത് ഉപയോഗിക്കണമെന്നും തോന്നും. അതുകൊണ്ട് നമ്മൾക്ക് ക്ഷുതി വന്നു പോകും. അതുകൊണ്ട് വേണ്ട എന്ന് സീത പറയണത് കേട്ടപ്പോ ഭഗവാൻ ചിരിച്ചുകൊണ്ട് സീതയോട് പറയണു, നീ സംസാരിക്കുന്നത് ആരെങ്കിലും വഴിയിൽ കേട്ടുകൊണ്ടുപോയാൽ നീ ജനകപുത്രിയല്ലേ എന്ന് ചോദിക്കും. ജനകനന്ദിനി എന്നാണ് ഭഗവാൻ സീതയെ വിളിക്കണം. എന്താന്ന് വെച്ചാൽ ആ ജനകൻ അച്ഛനാണെന്നുള്ളത് ന്യായീകരിച്ചു ഇവിടെ. അപ്പൊ അത്തരത്തിലുള്ള രാജാക്കന്മാര് ഭരിച്ച രാജ്യം, അവരൊക്കെ ജ്ഞാനനിഷ്ഠന്മാരായിട്ടുള്ളവർ ഭരിച്ച രാജ്യം. ആ ജനക മഹാരാജാവാണ് ശ്രീ ശുകബ്രഹ്മ മഹർഷിക്ക് തന്നെ ബ്രഹ്മോപദേശം ചെയ്യണത്. ശുകാചാര്യർക്ക് തന്നെ ജ്ഞാനം ഉണ്ടായിട്ട് ഒരു തൃപ്തി ഉണ്ടായില്ല. വ്യാസനോട് ചോദിച്ചു, എനിക്കുണ്ടായ ജ്ഞാനം പൂർണ്ണമാണോ? വ്യാസൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ജനകന്റെ അടുത്തേക്ക് പോകുക. ജനക മഹാരാജാവ് തീരുമാനിക്കട്ടെ അങ്ങ് പൂർണ്ണനാണോ അല്ലയോ എന്ന്. ചക്രവർത്തിയാണ്, പക്ഷെ ജ്ഞാനിയാണെന്നാണ്, വിദേഹൻ എന്നാണ്. ദേഹത്തിരുന്നുകൊണ്ട് ദേഹത്തിൽ ഇല്ലാതിരിക്കണത്ര. എല്ലാത്തിനും നടുവിലിരുന്ന് രാജ്യകാര്യങ്ങളൊക്കെ ചെയ്തിട്ടും വിദേഹനാണത്ര അദ്ദേഹം. അദ്ദേഹത്തിന് ദേഹമില്ല എന്നാണ്, ദേഹബോധമില്ലാതിരിക്കുന്നു എന്നാണ്. എന്നിട്ട് വ്യവഹാരം ചെയ്യുകയും ചെയ്യുന്നു. അത് വളരെ അപൂർവമായ അങ്ങനെയുള്ള ജീവൻ മുക്തന്മാരായ രാജാക്കന്മാര് പോലും ഈ രാജ്യത്തിൽ ഉണ്ടായിരുന്നു. അതാണ് നമ്മളുടെ രാജ്യത്തിന്റെ കാര്യം. അല്ലാതെ ഒളിമ്പിക്സിന് പോയിട്ട് പരമപൂജ്യന്മാരായിട്ട് വരണതല്ല. അതറിയോ? പരമപൂജ്യം എന്ന് വെച്ചാലേ രണ്ടർത്ഥം ഉണ്ടല്ലോ.
പൂജ്യം, വട്ടപൂജ്യം. നമ്മൾക്ക് വേറെ ഒരു തൊഴിലും ഇവിടെ ഇല്ല. ഈ രാജ്യത്തിന്റെ ശ്രൈഷ്ഠ്യം ഇങ്ങനെയുള്ള പരമ്പരയിലാണ്. ഇങ്ങനെ എത്രയോ മഹാത്മാക്കൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട്, ജ്ഞാനികൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട്, ബ്രഹ്മനിഷ്ഠന്മാർ ഇവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അവരുടെ പരമ്പരയില് ക്രമേണ ഈ ജ്ഞാനം നഷ്ടപ്പെട്ടു. ഈ ജ്ഞാനം നേടിയെടുത്തിട്ടേ രാജ്യം ഭരിക്കാൻ പാടുള്ളൂ എന്ന് സൂര്യവംശ രാജാക്കന്മാർ തീരുമാനിച്ചിരുന്നു അത്രേ. അതാണ് ഇക്ഷ്വാകു മുചുകുന്ദൻ കുറെ ശ്രമിച്ചു ജ്ഞാനത്തിനായിട്ട്. യോഗസാധനയൊക്കെ ചെയ്തു നോക്കി, പ്രാണായാമമൊക്കെ ചെയ്തു നോക്കി. മുചുകുന്ദനും ഈ സൂര്യവംശത്തിൽ വന്ന രാജാവാണ്. യോഗസാധനയൊക്കെ ചെയ്തു നോക്കി, അദ്ദേഹത്തിന് ഒന്നും പറ്റണില്ല. യോഗത്തിൽ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവസാനം അദ്ദേഹം ദേവന്മാര് യുദ്ധത്തിന് വിളിച്ചു. ദേവലോകത്തിലേക്ക് പോയി. യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോ ദേവന്മാർ ചോദിച്ചു, എന്ത് വരവാ വേണ്ടതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വരവൊന്നും വേണ്ട, ഞങ്ങളുടെ പരമ്പരയിൽ എല്ലാവരും ജ്ഞാനികളായിരുന്നു, എനിക്ക് ജ്ഞാനോപദേശം ചെയ്യണം. ദേവന്മാർ പറഞ്ഞു, അത് ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഞങ്ങൾ ജ്ഞാനികളാണെങ്കിൽ ഞങ്ങൾ എന്തിനും ഇവിടെ വിഷമിച്ചിരിക്കണു, അതുകൊണ്ട് വേറെ എന്തെങ്കിലും വരം ചോദിക്കൂ. അപ്പൊ മുചുകുന്ദൻ പറഞ്ഞു, ഇനി എനിക്കിപ്പോ രാജ്യവും അതൊന്നും വേണ്ട, രാജാവായിട്ടൊക്കെ ഇരിക്കാം, പക്ഷെ ജ്ഞാനിയായിട്ട് ഇരുന്നാൽ വേണ്ടില്ല. ഈ ജ്ഞാനം നേടാതെ ഞാൻ ചക്രവർത്തി പദം പോലും ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കിടന്ന് ഉറങ്ങാം. മനസ്സ് ഉദിച്ചു കഴിഞ്ഞാൽ അഹങ്കാരം വരണു, സംസാര ബന്ധം വരണു, അതിനേക്കാളും നല്ലത് എവിടെയെങ്കിലുമൊക്കെ ഒരു ഏകാന്തത്തിൽ കിടന്ന് ഉറങ്ങണതാണെന്ന് തീരുമാനിച്ചു മുചുകുന്ദൻ. അപ്പൊ ദേവന്മാരൊരു വരം കൊടുത്തു, കാട്ടിൽ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാം. ഒരു ഗുഹയിൽ അദ്ദേഹം കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങി. ഉറങ്ങി എഴുന്നേറ്റ് ആരെ നോക്കുന്നു അവര് ഭസ്മമാവും അത്രേ. അങ്ങനെയും ഒരു വരം കൊടുത്തു. അപ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കാലയവനെയും കൊണ്ട് ഈ ഗുഹയുടെ ഉള്ളിലേക്ക് വരുന്നതും ഈ കാലയവനൻ മുചുകുന്ദന്റെ ദർശനത്തിൽ ഭസ്മമാവുന്നതും ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം. മുചുകുന്ദൻ ഭഗവാനെ സ്തുതിക്കുന്നതും ഭഗവാനോട് തനിക്ക് ആത്മാനുഭവത്തിനായി, ഭഗവാനെ എനിക്ക് വരൊന്നും വേണ്ടെന്നാണ്, എന്ത് വരം വേണം ചോദിക്കൂ എന്ന് ഭഗവാൻ മുചുകുന്ദനോട് പറയുമ്പോ മുചുകുന്ദൻ പറഞ്ഞു, വരാൻ വിഭോ ത്വദ്വരദേശ്വരാദ്ഭുത കഥം വൃണീതേ ഗുണവിക്രിയാത്മനാം. ഇങ്ങനെ വരം വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഭഗവാനെ, എനിക്ക് യാതൊരു വരവും വേണ്ട. തസ്മാത് വിസർജ്യ ആശിഷ ഈശ സർവതഃ രജസ്തമസ് സത്വഗുണാനുബന്ധനാ നിരഞ്ജനം നിർഗുണമദ്വയം പരം ത്വാം യപ്തിമാത്രം പുരുഷം വ്രജാമ്യം. എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് ഞാൻ അങ്ങയോട് ചോദിച്ചാൽ അതൊക്കെ ഞാൻ എന്നെ തന്നെ ബന്ധിക്കാൻ ഒരു കയറ് വാങ്ങിയ പോലെ ആവും. അതുകൊണ്ട് എനിക്ക് ഒരു വരവും വേണ്ട. നിരഞ്ജനം നിർഗുണം അദ്വയം പരം ത്വാം യപ്തിമാത്രം പുരുഷം വ്രജാമ്യഹം. ഒരു കളങ്കമേൽക്കാത്തതും സത്വം രജസ് തമസ് എന്നുള്ള ഗുണങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടാത്തതും രണ്ട് എന്നുള്ള അനുഭവമില്ലാത്തതും കേവലം ജ്ഞപ്തി എന്ന് വെച്ചാൽ അറിവ്, അവബോധം മാത്രമായിട്ടുള്ളതുമായ ആ സ്ഥിതി, ആ സ്റ്റേറ്റ്, സെൽഫ് റിയലൈസേഷൻ, ആത്മാനുഭവം എനിക്ക് തരൂ, അതിനെ മാത്രം ഞാൻ വരിക്കുന്നു എന്ന് മുചുകുന്ദൻ ഭഗവാനോട് ചോദിക്കുന്നു. ഇതാണ് സൂര്യവംശം. ഭഗീരഥൻ എന്നൊരു രാജാവുണ്ടായിരുന്നു ഈ സൂര്യവംശത്തിൽ. അദ്ദേഹത്തിനെ കുറിച്ച് എന്തറിയാം? ഗംഗയെ കൊണ്ടുവന്നു എന്നറിയാം അല്ലെ? ഒരുപക്ഷെ ഗംഗയെ കൊണ്ടുവന്നു എന്നുള്ളത് പോലും ആന്തരികമായ അദ്ദേഹം ചെയ്ത് തപസ് ചെയ്ത് നേടിയ എന്തോ ഒരു അനുഭവത്തിനെ സിംബോളിക്കായിട്ട് പറയുന്നതായിരിക്കാം. ഗംഗ എന്നുള്ളത് ഒരുപക്ഷെ ഈ ബാഹ്യഗംഗയാണോ എന്ന് പോലും പലർക്കും സംശയമുണ്ട്. അരബിന്ദോ പറയുന്നത് വേദത്തിൽ ഗംഗ, യമുന, സരസ്വതി എന്നൊക്കെ പറയുന്നതൊക്കെ യോഗികൾ ആന്തരികമായി അനുഭവിക്കുന്ന ചില മണ്ഡലങ്ങളാണെന്നാണ്. അന്തർവാഹിനിയായ ചിത്ശക്തിക്കാണ് സരസ്വതി എന്ന് പറയുന്നത്. അറിവിന്റെ പല മണ്ഡലങ്ങളെയാണ് നദികൾ പോലെയൊക്കെ സങ്കല്പിച്ചത്. അവസാനം ആ യോഗികൾ മന്ത്രത്തിൽ പറഞ്ഞതിനെയൊക്കെ ബാഹ്യ നദികൾക്ക് പേരായിട്ടിട്ടു. ഇപ്പൊ ഗായത്രി എന്നുള്ളത് പെൺകുട്ടികൾക്ക് പേരായിട്ടിരുന്നില്ലേ, അതുപോലെ ബാഹ്യമായും പേരിട്ട് വന്നതാണോ എന്ന് പോലും അദ്ദേഹം പലയിടത്തും സംശയിക്കുന്നുണ്ട്. അപ്പൊ ഗംഗയെ ഭഗീരഥൻ കൊണ്ടുവന്നു. ആ ഭഗീരഥന്റെ ചരിത്രം യോഗവാസിഷ്ഠത്തിൽ വരുന്നു. ഇതൊക്കെ ശ്രീരാമന് പറഞ്ഞു കൊടുക്കേണ്ട വസിഷ്ഠൻ. ആ വംശത്തിലാണ് രാമ നീ വന്നത്. ഭഗീരഥൻ ജ്ഞാനോപദേശം നേടി കുലഗുരുവിൽ നിന്നും രാജാവായിരിക്കുമ്പോ. ജ്ഞാനം എന്നാലും ഉറച്ചു കിട്ടണില്ല. ബുദ്ധിക്കൊക്കെ നല്ലവണ്ണം മനസ്സിലാവണു ഞാൻ ദേഹമല്ല എന്നും മനസ്സല്ല എന്നും ഞാൻ ആത്മാവാണെന്നും ഒക്കെ അറിയുന്നു. എന്നാൽ ആ സ്ഥിതിയിൽ നിന്നുകൊണ്ട് രാജ്യഭരണം ചെയ്യാൻ പറ്റണില്ല. ദ്വേഷം വരുന്നു, വെറുപ്പ് വരുന്നു, ശത്രു മിത്രം എന്നുള്ള ഭേദം തോന്നുന്നു. ഇതൊക്കെ തോന്നുന്നത് കൊണ്ട് ആ സ്ഥിതിയിൽ നിൽക്കാൻ പറ്റണില്ല. അപ്പോ രാജാവ് ഗുരുവിനോട് ചോദിച്ചു,
നമ്മളുടെ പൂർവികന്മാരൊക്കെ ആ സ്ഥിതിയിലിരുന്നു കൊണ്ട് രാജ്യം ഭരിച്ചു എന്ന് അങ്ങ് പറയണു. എനിക്ക് സാധിക്കണില്ലല്ലോ. യോഗസ്ഥിതിയിലിരുന്നുകൊണ്ട്. അപ്പൊ ഗുരു അത്ര വലിയ ശ്രേഷ്ഠനായ ഗുരുവായിരുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഹേ രാജൻ, തരം കിട്ടുമ്പോ ഇതൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ടെങ്കിലും ഈ യോഗസ്ഥിതി നേടിയെടുക്കുക. അയൽ രാജ്യത്തിലെ രാജാവ് ആക്രമിക്കാനായിട്ട് വന്നു. അതുപോലും വിരളമായിരുന്നു അത്ര അന്നത്തെ കാലത്ത്. ഈ ആക്രമിക്കുക, പിടിച്ചടക്കുക ഒക്കെ തന്നെ ഈ യോഗം നഷ്ടമായ സമയത്ത് തുടങ്ങിയ ഏർപ്പാടാണ്. ഇക്ഷ്വാകുവിന്റെയും മനുവിന്റെയും കാലത്ത് ഈ ആക്രമണമൊന്നുമില്ല. ഭാഗവത കഥകളിലൊന്നുമില്ല അങ്ങനെ ആക്രമിക്കുകയും പിടിച്ചടക്കുകയും ഒന്നുമില്ല. അയൽ രാജ്യത്തിലെ രാജാവ് ആക്രമിക്കാൻ വന്നപ്പോ അയാളോട് യുദ്ധം ചെയ്യുന്നതിന് പകരം ഭഗീരഥ ചക്രവർത്തി ആ രാജാവിനെ ചെന്ന് ആലിംഗനം ചെയ്തു. അങ്ങക്ക് ഈ രാജ്യമല്ലേ വേണ്ടത്, എടുത്തോളാന്നു. തന്റെ രാജ്യം ആ രാജാവിന് അർപ്പണം ചെയ്ത് രാജാവ് ഭിക്ഷുവായിട്ട് തന്റെ രാജ്യത്തിൽ തന്നെ ഭിക്ഷയെടുത്ത് നടന്നു. മന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വേണമെങ്കിൽ ചെയ്യും. അവരവരുടെ നാട്ടിലെ എല്ലാ അഭിമാനവും ഉള്ള ആള്, ചക്രവർത്തി പദത്തിലുള്ള ആള് തന്റെ ചുവട്ടിൽ ജോലിക്കാരായിട്ടിരുന്നവരുടെ വീട്ടിലും മന്ത്രിയുടെ വീട്ടിലും സേനാധിപതിയുടെ വീട്ടിലും ഒക്കെ പോയി ഭിക്ഷ എടുത്തു. അവരൊക്കെ യാചിച്ചു, രാജാവെ ഇങ്ങനെ ഭിക്ഷാന്തേഹിയായി നടക്കരുത് എന്ന് യാചിച്ചതൊന്നും ചെവിക്കൊള്ളാതെ രാജാവ് യാചിക്കുകയും ഭിക്ഷയെടുക്കുകയും അങ്ങനെ തനിക്ക് അഹങ്കാരം നിശേഷം അഭിമാനമില്ലെന്ന് തീരുമാനിച്ചറിഞ്ഞ് വീണ്ടും ആ രാജ്യം വിട്ടുപോയി പല സ്ഥലങ്ങളിലും നടന്നു. ഇതിനിടയിൽ ആ ശത്രു രാജാവ് തന്നെ വീണ് നമസ്കരിക്കുകയും പാദപ്രക്ഷാളനാദികൾ ചെയ്യുകയും അങ്ങ് രാജ്യം സ്വീകരിക്കണം എന്ന് പറയുകയും ചെയ്തിട്ടും സ്വീകരിച്ചില്ല. കുറെ കാലം പരിവ്രാജകനായിട്ട് നടന്നു. എവിടെയോ ഏകാന്ത സ്ഥലത്ത് പോയി ഇരുന്ന് പല ജ്ഞാനികളുടെ സമ്പർക്കം കൊണ്ട് പൂർണ്ണമായി ബ്രഹ്മനിഷ്ഠനായിട്ട് തീർന്നു. എന്നിട്ട് ഇനി തനിക്കൊന്നും നേടിയെടുക്കാനില്ല. ഇനി രാജ്യം വാ വനവാസോ വാ ഒക്കെ സമം. ഇനി രാജ്യത്തിലിരുന്നാലും ശരി, എവിടെ ഇരുന്നാലും തനിക്കിനി അഹങ്കാരമോ അജ്ഞാനമോ ആഗ്രഹങ്ങളോ ദ്വൈത ബുദ്ധിയോ വരില്ലെന്ന് അറിഞ്ഞ ശേഷം അദ്ദേഹം ഇങ്ങനെ ഒരിക്കൽ അവധൂതനായ ഒരു രാജ്യത്തിൽ നടക്കുമ്പോ ആ രാജ്യത്തിലെ രാജാവ് മരിച്ചിരിക്കുകയാണ്. അവിടെ ആനയെ പൂജിച്ച് ആനയുടെ കയ്യിൽ മാലയൊക്കെ കൊടുത്ത് ആരുടെ കഴുത്തിൽ അണിയിക്കുന്നു, അവരെ രാജാവാക്കാനായി ആനയെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. ആ ആന ഭഗീരഥന്റെ കഴുത്തിൽ മാലയിടുകയാണ്. ഭഗീരഥനെ രാജാവായി അഭിഷേകം ചെയ്തു. ഗംഭീരമായിട്ട് രാജ്യഭരണം ചെയ്തു. താൻ ത്യാഗം ചെയ്ത രാജ്യവും അവസാനം അദ്ദേഹത്തിന് തന്നെ സമർപ്പിക്കപ്പെട്ടു. അവിടെയും ഭരണം ചെയ്തു. അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം പിന്നെ ഗംഗാ അവതരണത്തിനായി എല്ലാം സന്യസിച്ച് ഹിമവത് പാർശ്വത്തിൽ തപസ്സിരിക്കുന്നത്. അത്തരത്തിലുള്ള ഭഗീരഥന്റെ വംശത്തിലാണ് ശ്രീരാമൻ വരുന്നത്. ഇതൊക്കെ വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്നു രാമന്. ഈ ഭഗീരഥൻ തപസ് ചെയ്തതും ചക്രവർത്തിയായിരുന്നു, ജ്ഞാനസ്ഥിതനായിരുന്നു. ഒരാൾക്ക് രാജാവിന് ജ്ഞാനിയായിരിക്കുമെങ്കിൽ അടുക്കള പണിയെടുക്കുന്ന നിങ്ങൾക്കും ഒരു ചെറിയ ഓഫീസിൽ പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ എന്തുകൊണ്ട് ആ സ്ഥിതിയിൽ ഇരുന്നുകൂടാ? രാജാവിന് എത്ര വിഷമങ്ങളുണ്ട്, എത്ര പ്രശ്നങ്ങളുണ്ട്. ചണ്ടാളത്തെരുവിൽ പോയി ഭിക്ഷയെടുത്ത് ജീവിച്ചിട്ടെങ്കിലും ഈ സത്യം കണ്ടെത്തണം രാമ എന്ന് വസിഷ്ഠൻ പറയണം. വരം ശരാവഹസ്തസ്യ ചണ്ടാളാകാര വീതിഷു ഭിക്ഷാർത്ഥമടനം രാമാന മൗർഖ്യഹത ജീവിതം. ഒരുപക്ഷെ അഗ്രഹാരങ്ങളിൽ കിട്ടില്ലെങ്കിൽ, കാശി പോലെയുള്ള തീർത്ഥക്ഷേത്രങ്ങളിൽ കിട്ടില്ലെങ്കിൽ, ഒരുപക്ഷെ ഒരു ചണ്ടാളത്തെരുവിലാണ് ഒരു ജ്ഞാനി ഉള്ളതെങ്കിൽ അവിടെ ചെന്നും അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് ഈ സത്യം കണ്ടെത്തി കൃതാർത്ഥനാവുക എന്നാണ്. അത്രയധികം ഈ ജ്ഞാനത്തിന് പ്രാമുഖ്യം കൊടുത്ത ഒരു പരമ്പര കുറെ കഴിയുമ്പോ ഇന്ദ്രിയ ദൗർബല്യമുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞു. അവർക്ക് ബാഹ്യ വിഷയങ്ങൾ പ്രധാനമായി. ജ്ഞാനം അങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പോ മോഡേൺ സ്പിരിച്വൽ ഹാഗിയോഗ്രാഫി എടുത്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ വ്യത്യാസം കാണാം. ഏകദേശം തുടങ്ങിയത് രാമകൃഷ്ണ പരമഹംസർ മുതൽക്കാണ് ഒരു സ്റ്റോം. അടുത്ത കാലത്ത് ആ രാമകൃഷ്ണ പരമഹംസരും രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യന്മാരും വിവേകാനന്ദനും ആ ശിഷ്യ പരമ്പരയുടെ ഒക്കെ ഒരു പ്യൂരിറ്റി നോക്കുക. പിന്നെ കുറെ കഴിയുമ്പോ പിന്നെ രമണ ഭഗവാന്റെ ശിഷ്യന്മാർ അവരും ഒക്കെ ഒതുങ്ങിയൊരു ഈ ലോകമേ ഇല്ലാതെ ജീവിച്ചു. പിന്നെ പതുക്കെ അവരുടെയൊക്കെ ജ്ഞാനം നമുക്ക് പുസ്തകങ്ങളിലും
മറ്റുമൊക്കെ നല്ലവണ്ണം പ്രചരിച്ചു കഴിയുമ്പോൾ വലിയ തപസ്സൊന്നും കൂടാതെ തന്നെ അതൊക്കെ നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാമെന്നുള്ള സ്ഥിതി വരികയും, ബുദ്ധി കൊണ്ട് അവരനുഭവിച്ച് പുറമേക്ക് വിട്ട സാധനങ്ങളൊക്കെ നമ്മൾ പിടിച്ചെടുത്ത് ബുദ്ധിയിൽ വെക്കുകയും നമ്മളുടെ ഇന്ദ്രിയങ്ങളെ സ്വച്ഛന്തം വിഹരിക്കാൻ അനുവദിക്കുകയും ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടും എത്ര കണ്ട് വലിയ വലിയ പ്രൗഢിയും പണവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിലൊക്കെ ആയി തീരുകയും ചെയ്യുമ്പോൾ ഈ ജ്ഞാനത്തിന്റെ ബലം കുറഞ്ഞുകൊണ്ടേ വരും. ഇതാണ് അതിന്റെ ഫിനോമിനൻ. കുറെ കഴിയുമ്പോൾ എന്താവും, ആ അറിവൊക്കെ ഉണ്ടാവും, പുസ്തകങ്ങളിലും ഉണ്ടാവും. അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് വ്യാഖ്യാനിച്ച് പല രീതിയിലാക്കുകയും തപസ്സില്ലാതാവുകയും ചെയ്യുമ്പോൾ ഈ ജ്ഞാനം നഷ്ടപ്പെട്ടു പോകും. പിന്നെ അത് പുരുഷാർത്ഥ സംബന്ധിയേ ആവില്ല. ഗംഗാതീരത്തിലുള്ള വീടുകളിൽ ഗംഗാജലം ബാത്റൂമിനും ലെട്രിനും വരെ പ്രധാനമായി ഉപയോഗിക്കും. നമ്മൾ ഇവിടെ കൊണ്ടുവരുമ്പോ അഭിഷേകത്തിനും തീർത്ഥം കുടിക്കാനുമായി ഉപയോഗിക്കുന്ന ഗംഗാജലം ഗംഗാതീരത്തിലുള്ളവർക്ക് ബാത്റൂം ലെട്രിൻ ഫെസിലിറ്റിക്കടക്കം ഉപയോഗിക്കുന്ന ജലമായി തീരുന്നത് പോലെ ഈ ബ്രഹ്മവിദ്യ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും ഇൻഡസ്ട്രി മാനേജ്മെന്റിനും ബിസിനസ് മാനേജ്മെന്റിനും കൂടുതൽ പണം സമ്പാദിക്കുന്നതിനും കൂടുതൽ നമ്മളുടെ വ്യക്തിത്വത്തിനെ വികസിപ്പിച്ച് പ്രബലമാക്കുന്നതിനും സമൂഹ ജീവിതത്തിനെ മോടി പിടിപ്പിക്കുന്നതിനും സമൂഹത്തിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാക്കുന്നതിനും ഒക്കെയായി ഇതിനെ മാറ്റിയെടുക്കുമ്പോ ഗംഗാജലത്തിനെ ബാത്റൂമും ലെട്രിനും ഉപയോഗിക്കുന്ന പോലെയാണ്. ഇങ്ങനെ കുറെ കഴിയുമ്പോ എന്താവും, ഗംഗയല്ലാതായിട്ട് തീരും. ഞാൻ ഉപയോഗിക്കുന്ന ബാത്റൂമും ലെട്രിനും ഉപയോഗിക്കുന്ന ജലം വീണ്ടും ഗംഗയിലേക്ക് പോയി വീഴുമ്പോ കാശിയിൽ ഇപ്പൊ പോയാ ഗംഗ ഒഴുകുന്നേയില്ല, സ്റ്റാഗ്നേറ്റഡ് ആവും. നദികൾ ഓരോന്നായി തിരോധാനം ചെയ്യും. പല നദികളും മറഞ്ഞുപോയി കഴിഞ്ഞു. അതേപോലെ ഈ ഉള്ളിലുള്ള ജ്ഞാനത്തിന്റെ സ്രോതസ്സും വറ്റിപ്പോകുമ്പോഴാണ് ഭഗവാൻ പറയണത് പുതിയ സ്ഥലത്ത് എനിക്ക് നദികളെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അന്ന് നഷ്ടപ്പെട്ടു പോയ അതേ യോഗം അർജുന തന്നെ ഞാനിതാ മുഖ്യമായി വെച്ചുകൊണ്ട് വീണ്ടും തുടങ്ങാണ്. ഇപ്പൊ അർജുനന് എന്താ പ്രാധാന്യം നോക്ക, ആ ശ്ലോകം നോക്ക.